Hello, my dear students. Good afternoon. നമ്മൾ ഇന്നത്തെ ബിസിനസ് റെഗുലേഷൻ 51ാമത്തെ സെഷനിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതിൻ്റെ നമ്മൾ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. 6 റൈറ്റ്സ് ഉണ്ട്. അതിൽ ഓൾറെഡി 4 റൈറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ദറ്റ് ഈസ് റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ് ആൻഡ് റൈറ്റ് ടു ഹേർഡ് ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഇനി 5ാമത്തെ റൈറ്റാണ് റൈറ്റ് ടു സീക്ക് റീഡ്രസൽ. അതായത് ഇപ്പം നമ്മുടെ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പർച്ചേസിങ്ങിൽ വല്ല പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് വഴി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റീഡ്രസൽ ചെയ്യപ്പെടുകയും അതിനുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും കൺസ്യൂമേഴ്സിന് ആരും തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല, അതാ പറയുന്നത്. അപ്പം ആ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അത് പൈസ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ ഗുഡ്സ് റീപ്ലേസ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലോ ആയിരിക്കണം. അങ്ങനെ ആ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരുപാട് റീഡ്രസൽ ഫോറംസ് നമ്മുടെ ഗവൺമെൻറ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി കൺസ്യൂമേഴ്സിൻ്റെ ഫൈനൽ റൈറ്റാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതായത് ശരിക്കും ഈ പറയുന്ന കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുള്ള എല്ലാ നോളജും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട അവകാശമുണ്ട് അവർക്ക്. ഓക്കെ, സോ കൺസ്യൂമേഴ്സ് അത് അക്വയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം ഈ പറയുന്ന മെർച്ചൻസ് തീർച്ചയായിട്ടും ഈ രീതിയിൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത് ലിറ്ററേറ്റ്, അത് വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ ഇല്ലെങ്കിലും അവർക്കെല്ലാം ഈ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം കൂടി എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ ഈ കൺസ്യൂമറിനെ സ്കൂൾ കരിക്കുലത്തിലും വേരിയസ് യൂണിവേഴ്സിറ്റി കോഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഒരുപാട് മീഡിയാസ് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിന് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മീഡിയാസിൻ്റെ സഹായവും നമ്മുടെ ഗവൺമെൻറ് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്തൊക്കെ ടേംസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആദ്യം പറയുന്നത് കംപ്ലൈനന്റ് ആണ്. ആരാണ് കംപ്ലൈനന്റ്? അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956 ഒരു കൺസ്യൂമറോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷനെയാണ് നമ്മൾ കംപ്ലൈനന്റ് എന്ന് ഇവിടെ നിർവചിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ റിട്ടേൺ ഫോമിൽ കൊടുക്കുന്നതാണ് കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റ് നമ്മളുടെ മെർച്ചൻ്റ് ചെയ്യുന്ന അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, ഈ പ്രൈസിന് എക്സസ് ചാർജ് ഈടാക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് നമ്മളുടെ ജീവിതത്തിന് ഹാനികരമാവുന്ന രീതിയിലുള്ള ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും കംപ്ലയിൻറ്റ്സ് ഫോം ചെയ്യുന്നത്. പിന്നെ കൺസ്യൂമർ എന്ന് വെച്ചാൽ ഗുഡ്സ് ബൈ ചെയ്യുന്ന ആൾ, അത് അതിൻ്റെ പ്രൈസ് കൺസിഡറേഷനായിട്ട് പേ ചെയ്തിട്ടാണ് ഗുഡ്സ് ബൈ ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ ചിലപ്പോൾ ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ ചിലപ്പോൾ ഉപയോഗിക്കണം നിർബന്ധമില്ല, അത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിച്ചതാവാം. അവരെയും നമ്മൾ കൺസ്യൂമറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് മീൻസ് എക്സ്പ്രസിങ് ദ ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ ആരുടെ പേരിലാണ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ആ വ്യക്തിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് കൺസ്യൂമറിന് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് മാനുഫാക്ചറാണ്. മാനുഫാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ ഗുഡ്സ് അസംബിൾ ചെയ്യുന്നതോ അവരെയാണ് നമ്മൾ മാനുഫാക്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേമാണ്. അതായത് ഈ ഗുഡ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേം, അത് രജിസ്റ്റർ ചെയ്തതോ രജിസ്റ്റർ ചെയ്യാത്തതോ. പിന്നെ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ഇവരെയൊക്കെ നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നു. പിന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ് എഗ്രിമെൻ്റ് കമ്പനികൾ തമ്മിൽ അവരുടെ പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസാണ്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമേ ആ ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നാൽ അതും റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസാണ്. പിന്നെ ഫെയർ കോമ്പറ്റീഷൻ പ്രിവെൻറ്റ് ചെയ്യുക കമ്പനീസ് തമ്മിൽ, അതും റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസാണ്. പിന്നെ സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊട്ടൻഷ്യൽ യൂസേഴ്സിന് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നതാണ്. ബാങ്കിങ്, ഫിനാൻസിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, പ്രോസസ്സിങ്, ബോർഡിങ്, ലോഡ്ജിങ്, ഹൗസ് കൺസ്ട്രക്ഷൻ, എൻ്റർടൈൻമെൻറ്റ്, അമ്യൂസ്മെൻറ്റ്, ഇതെല്ലാം സർവീസിൽ വരുന്നതാണ്. ഫ്രീ ഓഫ് ചാർജിലുള്ള സർവീസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ആണ്. ട്രേഡർ എന്ന് വെച്ചാൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ എല്ലാവരെയും നമുക്ക് ട്രേഡർ എന്ന് പറയാം. മാനുഫാക്ചറർ, ഡിസ്ട്രിബ്യൂട്ടർ, പാക്കേജർ എല്ലാം ട്രേഡറാണ്. പിന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ മെത്തേഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അൺഫെയർ പ്രാക്ടീസിലൂടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ പറയുന്ന പ്രാക്ടീസസ് ഓറലി റിട്ടേൺ അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷനായിട്ട് നടത്തിയാൽ അത് അൺഫെയർ ആണ്. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഗ്രേഡ്, സ്റ്റൈല്, മോഡൽ ഇതെല്ലാം തെറ്റായിട്ട് ധരിപ്പിക്കുക നമ്മൾ, അതും അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അതുപോലെ സെക്കൻഡ് ഹാൻഡ് റീകണ്ടീഷൻഡ് ഗുഡ്സ് പുതിയ ഗുഡ്സ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സെയിൽ ചെയ്യാനുള്ള അപ്രൂവൽ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിന്നെ നമ്മളുടെ ഗുഡ്സ്, നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സിന് ഇല്ലാത്ത ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പിന്നെ വേണ്ടത്ര വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കാതിരിക്കുന്നത്. പിന്നെ തെറ്റായ ഫാക്റ്റുകൾ ഉൾക്കൊള്ളിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അതിൻ്റെ പബ്ലിക്കേഷൻസ് പല ഡിഫറെൻറ്റ് മീഡിയാസിൽ പെർമിറ്റ് ചെയ്യുന്നത് അൺഫെയർ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത റിയൽ അല്ലാത്ത ഗിഫ്റ്റും പ്രൈസും ഓഫർ ചെയ്യുന്നത്, അത് പെർമിറ്റ് ചെയ്യുന്നതും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ആണ്. ഓക്കെ. അതുപോലെ ബിലോ സ്റ്റാൻഡേർഡുള്ള ഗുഡ്സ് സെയിൽ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഹാനികരമായിട്ടുള്ള ഗുഡ്സ് സെയിൽ ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നതെല്ലാം അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുഡ്സ് എല്ലാം പൂഴ്ത്തി വെച്ചുകൊണ്ട് സെയിൽ ചെയ്യാതെ റെഫ്യൂസ് ചെയ്യുന്നതും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ബാർഗെയിനിങ് പ്രൈസ് ആണ്. എന്താണ് ബാർഗെയിനിങ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്നത് അത് ബാർഗെയിനിങ് പ്രൈസ് ആണ്. നമ്മുടെ ഓർഡിനറി പ്രൈസിന് തന്നെയാണ് ബാർഗെയിനിങ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രൈസുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയോ കേട്ട് മനസ്സിലാക്കിയോ കണ്ട് മനസ്സിലാക്കിയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാർഗെയിനിങ് പ്രൈസ് എന്ന് പറയുന്നു. ഓക്കെ.